ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന L2 എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി 45-ൽ പരം ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്നലെ മുതൽ സിനിമയുടെ കാസ്റ്റ് റിവീൽ അപ്ഡേറ്റുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് രാവിലെ 10 മണിക്കും ഇന്ന് വൈകിട്ട് 6 മണിക്കും സിനിമയുടെ ഏറ്റവും പുതിയ കാസ്റ്റുകളെ പുറത്തുവിട്ടിരിക്കുകയാണ്. അതിൽ രാവിലെ പുറത്തു വന്നത് സുമേഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ലൂസിഫറിലും അഭിനയിച്ച അനീഷിന്റെ ക്യാരക്ടർ പോസ്റ്റർ ആണെങ്കിൽ മറ്റൊന്ന് ലൂസിഫറിൽ ഭാഗമല്ലാത്ത ഒരു അന്യഭാഷ നടന്റെ ക്യാരക്ടർ പോസ്റ്ററാണ്. എമ്പുരാനിൽ സലാബത്ത് ഹംസ എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബഹ്സാദ് ഖാന്റെ ഒരു ക്യാരക്ടർ പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനിടയിൽ എമ്പുരാന്റെ ആദ്യ ഷോയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആരാധകർ നിലവിൽ പ്രതീക്ഷിക്കുന്നത് പോലെ അതിരാവിലെ 4 മണിക്കും 5 മണിക്കും 6 മണിക്കും ഒന്നും തന്നെ സിനിമയ്ക്ക് ആദ്യ ഷോ ആരംഭിക്കാനുള്ള സാധ്യതകളില്ല എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നത് രാവിലെ 8 മണിക്ക് ഷോ ആരംഭിക്കാനായിട്ടാണ്. എന്നാൽ ആരാധകരുടെ ഏറ്റവും കുറഞ്ഞ ആവശ്യം രാവിലെ 7 മണിക്കെങ്കിലും ആദ്യ ഷോ ആരംഭിക്കണമെന്നാണ്. നിലവിൽ 150 ഫാൻ ഷോകൾ ഇതിനോടകം തന്നെ എമ്പുരാന്റെ പേരിൽ കേരളത്തിൽ ചാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ആശീർവാദ് സിനിമാസിന്റെ ഉടമ കൂടിയായ ആന്റണി പെരുമ്പാവൂരും ലാലേട്ടൻ ആരാധകരും തമ്മിലുള്ള ചർച്ച ഉടനെ ഉണ്ടാകുമെന്ന് അറിയാനായിട്ട് കഴിയുന്നു. എന്തായാലും എമ്പുരാന്റെ ആദ്യ ഷോ എപ്പോൾ ആരംഭിക്കണമെന്നത് പൃഥ്വിരാജിന്റെ തീരുമാനം പോലെ ഇരിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. കാത്തിരിക്കൂ അടുത്ത എമ്പുരാൻ വാർത്തകൾക്ക്. എമ്പുരാന് ശേഷം ആശീർവാദ് സിനിമാസിന്റെ അടുത്ത സിനിമയുടെ ചിത്രീകരണം ഇന്ന് ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. ലാലേട്ടനെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ആശീർവാദ് സിനിമാസ് നിർമ്മിച്ച് വരാനിരിക്കുന്ന സിനിമയുടെ പൂജ ചടങ്ങും ഇന്ന് നടന്നിരിക്കുകയാണ്. ലാലേട്ടനും സിനിമയുടെ പൂജയിൽ സന്നിഹിതനായിരുന്നു. ഇതിനിടെ ലാലേട്ടൻ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് വരുന്ന ഫെബ്രുവരി 14-ാം തീയതി അതല്ലെങ്കിൽ 15-ാം തീയതിയോടെ ആയിരിക്കും ജോയിൻ ചെയ്യുക. സിനിമയ്ക്ക് നേരത്തെ 2 മാസത്തെ ചിത്രീകരണം ഉണ്ട് എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നതെങ്കിൽ നിലവിൽ അത് 80 ദിവസങ്ങളായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. ഈ വർഷം ഓണം റിലീസ് നിലവിൽ പ്ലാൻ ചെയ്യുന്ന ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.